മിഡിൽ ക്ലാസ് ഫാമിലി ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കുണ്ടായ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇപ്പോൾ ചൂട് സമയമാണ്. പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കുട്ടികളെ കടിച്ചാൽ പോലും നമുക്കാണെങ്കിൽ ടെൻഷനാണ്. ഈ വീഡിയോ ഞാനിത് ഇട്ടേക്കുന്ന ഒരു റീച്ചിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആരോടും ഞാൻ പറയുന്നില്ല. മാക്സിമം പക്ഷേ ഇത് ഷെയർ ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്നലെ എൻ്റെ കുഞ്ഞിന് നമുക്കറിയത്തില്ല എന്തോ കടിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും കടിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. എന്താണ് കുഞ്ഞിനെ കടിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാലിൻ്റെ തുടയ്ക്കൊരു ചുമന്ന പാട് വന്ന്, കാലിന് ചെറിയൊരു തുടയ്ക്കൊരു ചെറിയ നീര് വന്നു. അപ്പം നമ്മൾ ആ ടെൻഷനിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ഓടി. ഞാനിവിടെ ഡാണാപ്പടിയിലാണ് താമസിക്കുന്നത്. ഈ ഡാണാപ്പടിയിൽ അവിടുത്തെ പ്രമുഖനായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്നപ്പം ഡോക്ടറില്ല. ഡോക്ടർ വേറെ എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ ഡോക്ടറേ ഉള്ളൂ, ആ ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ ആദ്യം വിളിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ പാടുണ്ടോ ഇതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാൻ. ഡോക്ടർ വന്നില്ല. സിസ്റ്റർമാരോട് 2 വട്ടം വിളിച്ചപ്പോഴാണ് പറഞ്ഞത്. അത്രയും നേരം ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കുക. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലോട്ട് പോയി. അതും പ്രൈവറ്റ് ഹോസ്പിറ്റൽ തന്നെയാണ്, രണ്ടാമത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറിനൊന്നും അറിയത്തില്ല. കാരണം ഒരു കൊച്ചു ഡോക്ടറാണ്, പുള്ളിക്ക് അധികം പ്രായവും കാര്യങ്ങളും ഒന്നുമില്ല. ഡോക്ടറാണെങ്കിൽ ആകപ്പാടെ ഇത് കണ്ടിട്ട് ആകപ്പാടെ വെപ്രാളം പിടിച്ച് ഡോക്ടർ നിൽക്കുക. എന്നിട്ട് ഹെഡ് നേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് അങ്ങനല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു നേഴ്സിനെ കൊണ്ട് കാണിക്കാനാണ്, നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നേഴ്സുമാരുണ്ട്, അവരെ കാണിച്ചാൽ പോരെ. നമുക്കൊരു വിശ്വാസം വരുന്നത് ഒരു ഡോക്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡോക്ടർ ചെന്നപ്പം നമ്മൾ ഇതായിട്ട് നിൽക്കും. അപ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ടെൻഷൻ അടിച്ച് വല്ലാത്ത അവസ്ഥ നിൽക്കുക. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എന്ത് ചെയ്ത്, അവിടുന്ന് ഹെഡ് നേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആലോചിക്കണം, ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ള വലിയ 2 ഹോസ്പിറ്റലുകളിലുണ്ടായിരുന്ന സംഭവം പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല. ഇനിയും ഇത് എൻ്റെ അടുത്ത ഒരു അനുഭവം എന്ന് വെച്ചാൽ, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ട്. എന്താണ്, നമുക്കൊരു ഇതില്ല. നേരെ ഹരിപ്പാട് ഹോസ്പിറ്റൽ ഇവിടുന്ന് ശലം ദൂരമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ ഹരിപ്പാട് ഹോസ്പിറ്റൽ, കാരണം തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം കാണിക്കാൻ ശ്രമിക്കത്തുള്ളൂ. നേരെ അടുത്ത ഹരിപ്പാട് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നല്ല വൃത്തിയായിട്ട്, കാരണം സീനിയറായിട്ടുള്ള ഡോക്ടർ അവിടെ നിന്നത്, ഡോക്ടർ വൃത്തിയായിട്ട് നോക്കുകയും കുഞ്ഞിൻ്റെ കാല് തമ്മിൽ ഒരഞ്ഞിട്ട് അവിടെ ഉണ്ടായ അത് നമുക്ക് ഒരഞ്ഞ ഒരു പാടാണെന്ന് നമുക്ക് ഇതായി. പക്ഷേ അവിടെ ഒരു ചുമന്ന വീക്കം കണ്ടപ്പോഴാണ്, ചുമന്ന ഒരു കല്ലിപ്പും ഒരു ചുമന്ന ഇതും കണ്ടപ്പോഴാണ് നമ്മൾ ടെൻഷനായിപ്പോയത്. എന്തെങ്കിലും കടിച്ചതാണോ എന്തെങ്കിലുള്ള ടെൻഷനായിപ്പോയത്. അത് കണ്ടപ്പോൾ ഓക്കെ ആയി. അപ്പം ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഒരു വക്കീലാവണമെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്, വക്കീലിൻ്റെ അടുത്ത്, ഒരു മെയിൻ വക്കീലിൻ്റെ അടുത്ത് പോയി അസിസ്റ്റൻ്റായിട്ട് നിന്ന് മെയിനായിട്ട് അവരെ കുറേ നാൾ പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷമാണ് ഒരു ഡോക്ടറായിട്ട് വരുന്നത്. ഞാൻ എല്ലാവരുടെയും കാര്യമൊന്നും അല്ലെങ്കിൽ എല്ലാ ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്നത് ഈ വൈകുന്നേരമൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർ നോക്കുമ്പം നമ്മുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. സാധാരണക്കാരനായിട്ടുള്ള നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ അവസ്ഥ ഇത് തന്നെയാണ്. ഫസ്റ്റ് ഒരു അത്യാഹിത വിഭാഗത്തിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആദ്യം ചെയ്യുന്ന കുറേ പഠിക്കുന്ന പിള്ളേർ വന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാണ് മെയിൻ ഡോക്ടർ. ഇതൊന്നുമല്ല, മെയിൻ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ആരുടെയും ഇതൊന്നും പരീക്ഷണ വസ്തുക്കളൊന്നുമല്ല. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് എന്താ, പെട്ടെന്നൊരു നല്ല ചികിത്സ കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതാന്ന് പറയണ്ട. അവിടെ വൈകുന്നേരം ആണെങ്കിൽ കൊണ്ടുവന്നിട്ട് ഓരോ ന്യൂസുകളും കാര്യങ്ങളും അറിയാമല്ലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ന്യൂസ്. പക്ഷേ ഇപ്പം നമുക്കൊരു ഉപകാരമായത് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ്. ഓരോ തുണി വെച്ച് തയ്ക്കുകയും, പഞ്ഞി വെച്ച് തയ്ക്കുകയും, ടിഷ്യൂ പേപ്പർ വെച്ച് തയ്ക്കുകയും, കത്രി വെച്ച്, അതൊക്കെ ഓർത്തിട്ടാണ്. പെട്ടെന്ന് വണ്ടാനം പോലുള്ള ഹോസ്പിറ്റലിൽ ഒരിക്കലും നമ്മൾ പോകാൻ നിൽക്കാറില്ല. പിന്നെ ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ വൈകുന്നേരം ഇരിക്കുന്ന ഡോക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാത്ത ഡോക്ടേഴ്സ് ആയിരിക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായ ഒരു അറിവില്ലാത്ത ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കുന്നത്. ഞാൻ എഴുതി ഒപ്പിട്ട് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കുണ്ടായ അനുഭവമാണ്. കാരണം കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ട് ഡോക്ടർ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ദൈവത്തെ ഓർത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അയക്കുക. നാളെയെങ്കിലും ഒരു കാലത്ത് എൻ്റെ അനുഭവം ബാക്കിയുള്ളവർക്ക് വരാതിരിക്കട്ടെ, ഇത് ഷെയർ ചെയ്ത് പോകുന്നതനുസരിച്ചിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ വന്ന് ജോലിക്ക് കയറാൻ നേരത്ത് ഒരു സീനിയർ ഡോക്ടറിൻ്റെ അണ്ടറിൽ നിന്നൊന്ന് പ്രാക്ടീസായി നല്ല ഡോക്ടർ ആണെങ്കിൽ മാത്രം ഒരു ഹോസ്പിറ്റലിലേക്ക് എടുക്കുക. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ആരുടെയും പരീക്ഷണ വസ്തുക്കളല്ല. ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. യോജിക്കുന്നവർക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ചിലപ്പോൾ കേൾക്കുമ്പം വേറൊരു സ്ഥിതിയിൽ ചിന്തിക്കുന്നവരും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷേ സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് ആൾക്കാർക്ക് വരുമ്പോഴേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ.
അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകളോ ഏതെങ്കിലുമൊക്കെ ആൾക്കാരും ഒക്കെ ഇത് കേട്ടിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ ഒരു നല്ല ഡോക്ടറെ നിർത്തണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കട്ടെ. നമ്മളെപ്പോലുള്ള മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും എൻ്റെ കുഞ്ഞിന് ദൈവാധീനം കൊണ്ട് ഒന്നും കടിച്ചതായിരുന്നില്ല. ഇങ്ങനെ കാലൊരഞ്ഞിട്ട് അവിടെ ഒരു കല്ലിപ്പം ചുമന്ന് ഇതൊക്കെ വന്നതുകൊണ്ട് നമുക്ക് സമാധാനം. പക്ഷെ ഈ ഒരു ചൂടിൻ്റെ കാലാവസ്ഥയിൽ എല്ലായിടത്തും പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള അറിയാമല്ലോ. നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനായിപ്പോയി, ദൈവമേ വല്ലതും കടിച്ചതാണോ എന്നുള്ള ടെൻഷനായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത്രയും പാനിക്കായിട്ട് നമ്മൾ ഓടി നടന്ന് ഇങ്ങനെ കാണിച്ചത്. ഞാൻ 3 ഹോസ്പിറ്റലിൽ പോയി. 3 ഹോസ്പിറ്റലിൽ 2 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം ഭയങ്കര ദുരന്തം പിടിച്ച അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്.